ആത്മാഭിമാനം അതൊരു മനുഷ്യന്റെ അവസാനത്തെ കോട്ടയാണ്. ആ കോട്ടയ്ക്ക് നേരെ ഒരു വിരൽ ചൂണ്ടപ്പെട്ടാൽ നിനക്ക് മുന്നിൽ സാധാരണയായി രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ എല്ലാം സഹിച്ച് തലതാഴ്ത്തി നിൽക്കുക, അല്ലെങ്കിൽ ആലോചിച്ച് മറുപടി നൽകുക. പക്ഷേ കാലം സാക്ഷ്യം വഹിച്ച അറിവിന്റെ മഹാമേരു ആചാര്യ ചാണക്യൻ പറയുന്നത് ഇതിലൊന്നുമല്ലാത്ത മൂന്നാമതൊരു വഴിയെക്കുറിച്ചാണ്. അതാണ് ബുദ്ധിപരമായ പ്രതികാരം. മുന്നിലിരിക്കുന്നത് ഒരു പാമ്പാണെങ്കിൽ അതിനെ തലോടുന്നത് നിന്റെ അറിവില്ലായ്മയാണ്. വിഡ്ഢികളോടും ക്രൂരന്മാരോടും നീ കാണിക്കുന്ന ക്ഷമ നിനക്ക് തന്നെ നീ കുഴിക്കുന്ന ശവക്കുഴിയാണ്. കാരണം അറിവില്ലായ്മയെ അവഗണിക്കുന്നത് കത്തുന്ന തീയിൽ നെയ്യൊഴിക്കുന്നതിന് തുല്യമാണ്. ഒരു നല്ല മനുഷ്യനെ അപമാനിക്കുന്നത് അയാൾക്ക് വലിയൊരു പാഠമായിരിക്കും. എന്നാൽ ഒരു ദുഷ്ടന്റെ മുൻപിൽ നീ പുലർത്തുന്ന മൗനം നിന്റെ ഭീരുത്വമായി മാത്രമേ അവർക്ക് തോന്നൂ. എല്ലാ സാഹചര്യത്തിലും മിണ്ടാതിരിക്കുന്നത് നല്ലതല്ല, അതുപോലെ എല്ലാറ്റിനും മറുപടി പറയുന്നതും ബുദ്ധിയല്ല. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് യഥാർത്ഥ നയതന്ത്രം. നിങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരാൾ തീർച്ചയായും അർഹിക്കുന്ന മറുപടി തന്നെ നൽകണം. കാരണം അത്തരക്കാർ പാമ്പിനേക്കാൾ വിഷമുള്ളവരാണ്. നിങ്ങളുടെ നന്മയോ മൗനത്തിന്റെ മൂല്യമോ തിരിച്ചറിയാനുള്ള മനസ്സ് അവർക്ക്. ഒരിക്കലൊരാൾ ചാണക്യനോട് ചോദിച്ചു, ഗുരുദേവ, ഒരാൾ നമ്മളെ അപമാനിച്ചാൽ എങ്ങനെയാണ് മറുപടി നൽകേണ്ടത്? അദ്ദേഹം വളരെ ഗൗരവത്തോടെ മറുപടി നൽകി, ശത്രുവിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ അയാളെ പാതി വഴിയിൽ വിടരുത്. ഇനി ഒരിക്കലും തല ഉയർത്താൻ ധൈര്യപ്പെടാത്ത രീതിയിലുള്ള മറുപടിയാണ് നൽകേണ്ടത്. കേൾക്കുമ്പോൾ അല്പം കടുപ്പമായി തോന്നാമെങ്കിലും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഇത് അനിവാര്യമാണ്. ജീവിതകാലം മുഴുവൻ മറക്കാത്ത പാഠം ശത്രുവിന് നൽകാൻ സഹായിക്കുന്ന 12 ശക്തമായ വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ തത്വം അപമാനത്തെ മറക്കരുത്, പകരം അതൊരു പാഠമാക്കുക എന്നതാണ്. ആചാര്യ ചാണക്യൻ പറയുന്നത് അപമാനത്തെ പൂർണ്ണമായും മറന്നുകളയരുത് എന്നാണ്. മറിച്ച് അതിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാക്കി മാറ്റണം. അപമാനങ്ങൾ പെട്ടെന്ന് മറക്കുന്നവർ അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ മുറിവിൽ നിന്ന് പാഠം പഠിക്കുന്നവർ മുൻപത്തേക്കാൾ കരുത്തരും ജാഗ്രതയുള്ളവരുമായി മാറും. ഉദാഹരണത്തിന്, നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചുവെന്ന് കരുതുക. നിന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല, നീ തോറ്റുപോകും എന്നവർ പറയുമ്പോൾ നിങ്ങളത് വെറുതെ കേട്ട് ചിരിച്ചു തള്ളിയാൽ നാളെയും അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. എന്നാൽ ആ വാക്കുകളെ ഒരു ഊർജ്ജമായി കണ്ട് കഠിനാധ്വാനം ചെയ്ത് നിങ്ങളുടെ ബിസിനസ് വിജയത്തിലെത്തിച്ചാൽ അന്ന് പരിഹസിച്ചവർ തന്നെ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നത് കാണാം. ചാണക്യന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അപമാനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് വിഷമായിട്ടല്ല, മറിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനമായിട്ടാണ്. ആ ആത്മബലമാണ് നിങ്ങളുടെ വിജയത്തിന്റെ കരുത്ത്. രണ്ടാമത്തെ പ്രധാന തത്വം ദേഷ്യം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് മറുപടി നൽകുക എന്നതാണ്. ദേഷ്യത്തിൽ നൽകുന്ന മറുപടികൾ പലപ്പോഴും നമുക്ക് തന്നെ തിരിച്ചടിയാകാറുണ്ട്. ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ സ്വാഭാവികമായും ദേഷ്യം വരും. പക്ഷേ ആ ദേഷ്യത്തിന് വഴങ്ങി അതേ ഭാഷയിൽ തിരിച്ചു പ്രതികരിച്ചാൽ നിങ്ങളും അയാളുടെ അതേ നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങളുടെ തോൽവി സംഭവിക്കുന്നത്. ഒരാൾ പരസ്യമായി നിങ്ങളുടെ കുടുംബത്തെയോ ജീവിത രീതിയെയോ പരിഹസിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അവിടെ നിങ്ങൾ ഒച്ചവെച്ചോ ചീത്ത വിളിച്ചോ പ്രതികരിച്ചാൽ മറ്റുള്ളവർ ആ അപമാനത്തെക്കാൾ കൂടുതൽ ഓർക്കുക നിങ്ങളുടെ മോശം പെരുമാറ്റമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നം തുടങ്ങിയത് ആരാണെന്നതിലുപരി ആരാണ് മോശമായി പെരുമാറിയത് എന്നതിലേക്ക് കാര്യങ്ങൾ വഴിമാറും. ബുദ്ധിമാൻ ശാന്തനായി ഇരുന്നു കൊണ്ട് തന്നെ ശത്രുവിനെ നിശബ്ദനാക്കാൻ പഠിക്കണം. സമാധാനം എന്നത് വെറുമൊരു ബലഹീനതയല്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ചാണക്യൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കരുത്തുറ്റൊരു യുദ്ധതന്ത്രമാണ്. നമ്മെ വാക്കുകൾ കൊണ്ട് നോവിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ തിരിച്ച് കലഹിക്കാൻ നിൽക്കാതെ വെറുമൊരു പുഞ്ചിരിയോടെ നിങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ സാരമില്ല എന്നൊന്ന് പറഞ്ഞു നോക്കൂ. അവിടെ ആയുധങ്ങളില്ലാതെ തന്നെ നിങ്ങളുടെ എതിരാളി പതറിപ്പോകും. കാരണം തന്റെ വാക്കുകൾക്ക് നിങ്ങളെ ഒന്ന് ഉലയ്ക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന തിരിച്ചറിവാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തോൽവി. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജോലിസ്ഥലത്തോ കലാലയങ്ങളിലോ ഒരാൾ നമ്മുടെ വസ്ത്രധാരണത്തെയോ സംസാരത്തെയോ പരിഹസിക്കുന്നു എന്ന് കരുതുക. അവിടെ ദേഷ്യപ്പെട്ട് പ്രതികരിച്ചാൽ അവർ നിങ്ങളെ വീണ്ടും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ ശാന്തത കൈവിടാതെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ടല്ലോ, എനിക്കിതാണ് ഇഷ്ടം എന്ന് മറുപടി നൽകി സ്വന്തം ജോലിയിൽ മുഴുകി നോക്കൂ. പിന്നീട് നിങ്ങളെ പരിഹസിക്കാൻ അവർക്ക് വാക്കുകളുണ്ടാവില്ല. കാരണം അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച ആ പ്രകോപനം നിങ്ങൾ നൽകിയില്ല എന്നതാണ് സത്യം. വാളുകൊണ്ടല്ല, മറിച്ച് ക്ഷമ കൊണ്ടും ബുദ്ധി കൊണ്ടും നേടുന്ന ഇത്തരം വിജയങ്ങളാണ് എന്നും മഹത്തരമായി നിലനിൽക്കുന്നത്. പക്ഷെ ഇതിനർത്ഥം എല്ലാ അപമാനങ്ങളും നിശബ്ദമായി സഹിക്കണം എന്നല്ല. നിരന്തരമായ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്നത് വിഡ്ഢിത്തമാണെന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരാൾ നിങ്ങളെ വീണ്ടും വീണ്ടും തരം താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ ബലഹീനതയെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വിഷമം കാണുന്നതാണ് അങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ ആനന്ദം. ഉദാഹരണത്തിന്, ഒപ്പം ജോലി ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ പ്രയത്നങ്ങളെ എപ്പോഴും വിമർശിക്കുകയോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ പുലർത്തുന്ന നിശബ്ദത അയാളെ കൂടുതൽ കരുത്തനാക്കുകയേ ഉള്ളൂ. എന്നാൽ ഈ സാഹചര്യത്തെ നമ്മൾ നേരിടേണ്ടത് ദേഷ്യം കൊണ്ടല്ല,
മറിച്ച് ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെയാകണം. നിങ്ങളുടെ കഠിനാധ്വാനത്തെ ആരെങ്കിലും പുച്ഛിച്ചു തള്ളുമ്പോൾ അനാവശ്യ തർക്കങ്ങൾക്ക് മുതിരാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മികച്ച രീതിയിൽ ജോലികൾ പൂർത്തിയാക്കി വലിയ വിജയങ്ങൾ കൊയ്തെടുക്കുമ്പോൾ ഒരു കാലത്ത് നിങ്ങളെ പരിഹസിച്ചവരുടെ വാക്കുകൾ അവിടെ അപ്രസക്തമായി മാറും. ആ വിജയമാണ് നിങ്ങൾ നൽകേണ്ട യഥാർത്ഥ മറുപടി. അപമാനത്തിനുള്ള പ്രതികാരം ഒരിക്കലും തിടുക്കത്തിൽ ചെയ്യരുത്. ഹൃദയത്തിൽ മുറിവേൽക്കുമ്പോൾ ഉടൻ തിരിച്ചടിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കാലത്തിനൊപ്പം നിങ്ങളുടെ വളർച്ചയിലൂടെയും നേട്ടങ്ങളിലൂടെയും വേണം ലോകത്തിന് മറുപടി നൽകാൻ. തിരിച്ച് ചീത്ത വിളിക്കുന്നതോ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതോ അല്ല ചാണക്യനീതി. മറിച്ച് നിങ്ങളുടെ വാക്കുകളെക്കാൾ ഉറക്കെ നിങ്ങളുടെ വിജയം സംസാരിക്കണം. നിനക്കൊന്നിനും കഴിയില്ല എന്ന് ആരെങ്കിലും പരിഹസിച്ചാൽ ആ വാക്കുകളെ ഒരു ഊർജമായി സ്വീകരിക്കുക. നിങ്ങളെ തളർത്താൻ വന്ന ആ വാക്കുകളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുമ്പോൾ ഒരു കാലത്ത് നിങ്ങളെ അപമാനിച്ചവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ കൂടുതൽ കരുത്തോടെ വളർന്നു കാണിക്കുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രതികാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വലിയ സ്വപ്നം വിരിഞ്ഞിട്ടുണ്ടാകും. അതൊരു പ്രശസ്തനായ എഴുത്തുകാരനാകാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലേക്കോ ഉള്ള യാത്രയാകാം. സർവ്വ ഊർജവും സംഭരിച്ച് ആ ലക്ഷ്യത്തിനായി ആദ്യ ചുവടുവെക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് നിന്നെയൊന്നിനും കൊള്ളില്ല എന്നോ ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്നോ പരിഹസിച്ചാൽ ഉള്ളിലുണ്ടാകുന്ന വേദന അത് വാക്കുകൾക്കപ്പുറമാണ്. ആ നിമിഷം നമ്മൾ പതറിപ്പോയേക്കാം. നമ്മുടെ മുന്നിൽ അപ്പോൾ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ ആ പരിഹാസങ്ങളിൽ തട്ടി വീണ് നമ്മുടെ കഴിവിനെ സ്വയം സംശയിച്ച് ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടാം. അല്ലെങ്കിൽ ആ മുറിവുകളെ ഉള്ളിലൊതുക്കി ആരെയും ബോധിപ്പിക്കാൻ നിൽക്കാതെ നമ്മുടെ കഴിവുകളെ ഒന്നുകൂടി മിനുക്കിയെടുക്കാം. നിങ്ങൾ നിങ്ങളുടെ പ്രയത്നം നിശബ്ദമായി തുടരുകയും എന്നെങ്കിലും നിങ്ങളുടെ ആ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലറായി മാറുകയും ചെയ്താൽ അന്ന് നിങ്ങളെ പരിഹസിച്ചവർക്കുള്ള മറുപടി നിങ്ങളുടെ വിജയം തന്നെയായിരിക്കും. ഒന്നും മിണ്ടാതെ തന്നെ അവരുടെ വാക്കുകൾക്കുള്ള കനത്ത തിരിച്ചടി നിങ്ങൾ നൽകിക്കഴിഞ്ഞു. ലോകം മുഴുവൻ നിങ്ങളുടെ വിജയത്തിന് സാക്ഷിയാകുന്ന ആ നിമിഷം എത്ര മനോഹരമായിരിക്കും. മഹാനായ ആചാര്യ ചാണക്യൻ നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. നിങ്ങളെ തരംതാഴ്ത്തി സംസാരിക്കുന്നവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി അവരൊക്കെ ഒന്ന് തലയുയർത്തി നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത അത്രയും വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾ വളരുക എന്നതാണ്. വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരം എന്നതാണ് ചാണക്യന്റെ 5ാമത്തെ തത്വം. ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ അവരോട് തർക്കിക്കാനോ വഴക്കിടാനോ പോകാതെ അവരെ നിശബ്ദരാക്കാൻ തക്കവണ്ണം നിങ്ങൾ അത്രമേൽ യോഗ്യരാവുക. ആ പരിഹാസങ്ങളെ ഒരു ഭാരമായി കാണാതെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഇന്ധനമാക്കി മാറ്റണം. ലോകം നിങ്ങളെ നോക്കി കഴിയില്ല എന്ന് ആവർത്തിക്കുമ്പോൾ ആ വാക്കുകളെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കുക. പകലന്തിയോളം നിങ്ങളുടെ ലക്ഷ്യത്തിനായി വിയർപ്പൊഴുക്കുക. വിജയം നിങ്ങളുടെ പാദങ്ങളെ ചുംബിക്കുമ്പോൾ മറ്റുള്ളവർക്കത് വിസ്മയത്തോടെ നോക്കി നിൽക്കാനേ കഴിയൂ. എന്നാൽ അപമാനങ്ങൾ എപ്പോഴും കണ്ണടച്ച് സഹിക്കണമെന്നല്ല ചാണക്യൻ പറയുന്നത്. ഇതിനൊരു മറുവശമുണ്ട് എന്നതാണ് 6ാമത്തെ തത്വം. എല്ലാ സാഹചര്യങ്ങളിലും മൗനം പാലിക്കുന്നത് ബുദ്ധിയല്ല. ചില നേരങ്ങളിൽ നിശബ്ദത കരുത്താണെങ്കിൽ മറ്റു ചിലപ്പോൾ അത് നിങ്ങളുടെ ബലഹീനതയായി മറ്റുള്ളവർ വ്യാഖ്യാനിച്ചേക്കാം. ഒരാൾ ആദ്യമായി നിങ്ങളെ അപമാനിക്കുമ്പോൾ അത് അവഗണിക്കുന്നത് നിങ്ങളുടെ മാന്യതയാണ്. 2ാം തവണയും ക്ഷമിക്കുന്നത് നിങ്ങളുടെ വിവേകമാണ്. എന്നാൽ 3ാം തവണയും ആ അപമാനം നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്. കാരണം നിങ്ങളുടെ മൗനത്തെ നിങ്ങളുടെ സമ്മതമായി ലോകം തെറ്റിദ്ധരിക്കും. ഉദാഹരണത്തിന് ഒരു സുഹൃത്തോ സഹപ്രവർത്തകനോ നിങ്ങളെ നിരന്തരം കളിയാക്കുന്നു എന്ന് കരുതുക. ആദ്യം നിങ്ങൾ അതൊരു ചിരിയോടെ വിട്ടു, 2ാമതും സമാധാനിച്ചു. എന്നാൽ 3ാം തവണയും അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ നിശബ്ദനായിരിക്കരുത്. വൈകാരികമായി പൊട്ടിത്തെറിക്കാതെ തന്നെ ശാന്തമായും എന്നാൽ ഉറച്ച മനസ്സോടെയും നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. ഈ തമാശ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇത് ഇനി ആവർത്തിക്കരുത് എന്ന് അവരുടെ കണ്ണുകളിൽ നോക്കി നേരിട്ട് പറയുക. നിങ്ങളുടെ വാക്കുകൾ പരുക്കനല്ലെങ്കിലും ആ ശബ്ദത്തിലുള്ള ആത്മവിശ്വാസം നിങ്ങൾ ക്ഷമയുള്ളവനാണെന്നും എന്നാൽ ദുർബലനല്ലെന്നുമുള്ള വ്യക്തമായ സന്ദേശം അവർക്ക് നൽകും. മര്യാദയുടെ പരിധിവരെ മാത്രമേ മൗനത്തിന് സ്ഥാനമുള്ളൂ. അത് ആത്മാഭിമാനത്തെ തൊടുമ്പോൾ പ്രതികരണം അനിവാര്യമാണ്. അവസാനമായി ചാണക്യന്റെ 7ാമത്തെ തത്വം ഓർമ്മിപ്പിക്കുന്നത് അപമാനത്തെ ഒരു ഭാരമായല്ല, മറിച്ച് ഒരു ഊർജമായി മാറ്റണം എന്നാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോഴോ പഴയ പരാജയങ്ങൾ എടുത്തു പറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴോ ഉണ്ടാകുന്ന മുറിവ് വളരെ ആഴമുള്ളതായിരിക്കും. ആ വേദനയിൽ തളർന്നു പോകാതെ അതിനെ അതിജീവിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. കോപത്തോടെയല്ല, മറിച്ച് വിവേകത്തോടെയാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടത്. തിരിച്ചു പറയുന്നതിലല്ല, മറിച്ച് സ്വയം വളരുന്നതിലാണ് കാര്യമെന്ന് തിരിച്ചറിയുക. ആരെങ്കിലും നിങ്ങളുടെ പഴയ വീഴ്ചകളെ പരിഹസിക്കുകയാണെങ്കിൽ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. അതിനുശേഷം നിശബ്ദമായി കഠിനാധ്വാനം ചെയ്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുക.
നിങ്ങളുടെ വിജയത്തിനു മുന്നിൽ മറ്റുള്ളവർ നിങ്ങളുടെ പഴയ കാലത്തെ മറന്ന് നിങ്ങളുടെ നേട്ടങ്ങളെ മാത്രം ബഹുമാനത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കാലം നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുക. ജീവിതയാത്രയിൽ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും നിങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ? ആ വേദന ഉള്ളിലൊതുക്കി നീറിക്കഴിയുന്നതിനേക്കാൾ അതിനെ കൂടുതൽ കരുത്തോടെ മുന്നേറാനുള്ള ഇന്ധനമാക്കി മാറ്റുന്നതിലാണ് യഥാർത്ഥ വിവേകം ഒളിഞ്ഞിരിക്കുന്നത്. ആചാര്യ ചാണക്യൻ തന്റെ 8ാമത്തെ സിദ്ധാന്തത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: വിജയം പിടിച്ചെടുക്കേണ്ടത് കായികമായ ബലം കൊണ്ടല്ല, മറിച്ച് ബുദ്ധികൂർമ്മത കൊണ്ടായിരിക്കണം. നിങ്ങളെക്കാൾ ശക്തിയുള്ള ഒരു ശത്രുവാണ് മുന്നിലെങ്കിൽ ചിന്താശൂന്യമായി പോരാട്ടത്തിനിറങ്ങുന്നത് ആത്മഹത്യാപരമാണ്. അവരുമായി നേരിട്ട് ഏറ്റുമുട്ടി ഊർജം കളയുന്നതിനേക്കാൾ എതിരാളിയെ നിശബ്ദനാക്കുന്ന കൃത്യമായ തന്ത്രങ്ങൾ മെനയുകയാണ് വേണ്ടത്. ക്ഷമയും വിവേകപൂർണമായ തീരുമാനങ്ങളുമാണ് ജീവിതത്തിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധങ്ങൾ. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങൾക്കെതിരെ നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്നിരിക്കട്ടെ. അവിടെ ദേഷ്യപ്പെട്ട് സ്വയം ന്യായീകരിക്കാൻ നിൽക്കാതെ തികഞ്ഞ ശാന്തതയോടെ സത്യം വെളിപ്പെടുത്തുക. കാലം കടന്നുപോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മാറ്റെന്തെന്ന് ലോകത്തിന് തനിയെ ബോധ്യപ്പെടും. ഇനി നിങ്ങളുടെ എതിരാളി ഒപ്പത്തിനൊപ്പമുള്ള ഒരാളാണെങ്കിൽ അവരെ പരാജയപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും മികച്ച പ്രവർത്തനങ്ങളിലൂടെയുമാകണം. നിങ്ങളുടെ കരിയറിനെയോ ബിസിനസ്സിനെയോ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഗുണനിലവാരമുള്ള സേവനം നൽകി അവരെ അത്ഭുതപ്പെടുത്തുക. ശത്രുവിന് നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കാൻ പോലും തോന്നാത്ത വിധം അവരെ തളയ്ക്കണമെന്ന് ചാണക്യൻ ചന്ദ്രഗുപ്തനെ ഉപദേശിക്കുന്നുണ്ട്. അതൊരിക്കലും അക്രമത്തിലൂടെ ആകരുത്, മറിച്ച് അവരുടെ അടിത്തറ ഇളക്കുന്ന കൃത്യമായ പ്ലാനിങ്ങിലൂടെ ആകണം. സ്വന്തം കഴിവും സാമർഥ്യവും കൊണ്ട് നേടിയെടുക്കുന്ന ഇത്തരം വിജയങ്ങൾക്കാണ് എന്നും പ്രഭയുള്ളത്. 9ാമത്തെ സിദ്ധാന്തം മൗനത്തിന്റെ മഹത്തായ കരുത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മൗനം ഒരിക്കലും ഒരു ബലഹീനതയായി മറ്റുള്ളവർക്ക് തോന്നരുത്, മറിച്ച് അതൊരു മികച്ച തന്ത്രമായി മാറണം. ലോകത്തെ സകല കാര്യങ്ങളോടും പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മൾ നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടി എന്നത് മൗനമായിരിക്കും. എന്നാൽ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള ചിന്തകളും വരാനിരിക്കുന്ന വലിയ പദ്ധതികളും ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയയിലായാലും ഓഫീസിലായാലും കുടുംബത്തിലായാലും പലരും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ബോധപൂർവം ശ്രമിച്ചേക്കാം. ആ ചതിക്കുഴിയിൽ വീണ് നിങ്ങൾ നിയന്ത്രണം വിട്ട് പെരുമാറണമെന്നും പിന്നീട് പശ്ചാത്തപിക്കണമെന്നുമാണ് അവരുടെ ലക്ഷ്യം. ആ സമയത്ത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ തോറ്റുവെന്നോ ഭീരുവാണെന്നോ അവർ കരുതിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരിക്കണം ആ മൗനം. ഒരു സഹപ്രവർത്തകൻ മീറ്റിംഗുകളിൽ നിങ്ങളെ നിരന്തരം തടസ്സപ്പെടുത്തുകയോ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അയാളോട് കലഹിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ജോലിയിൽ അങ്ങേയറ്റത്തെ പ്രാവീണ്യം കാണിക്കുക. അടുത്ത തവണ നിങ്ങളുടെ മേലധികാരി അയാളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് വില നൽകുന്ന സാഹചര്യം അവിടെ തനിയെ സൃഷ്ടിക്കപ്പെടും. നയതന്ത്രത്തിൽ മൗനമെന്നത് മൂർച്ചയുള്ള ഒരു ആയുധമാണ്. അതെപ്പോൾ പ്രയോഗിക്കണമെന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ചുരുക്കത്തിൽ, പുറമെ നിശബ്ദനായിരിക്കുമ്പോഴും നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്ക് ശബ്ദമുണ്ടാക്കാതെ കുതിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. 10ാമത്തെ സിദ്ധാന്തം ഏറ്റവും ലളിതവും എന്നാൽ ജീവിതത്തിൽ അത്യന്താപേക്ഷിതവുമാണ്. മോശപ്പെട്ട ചിന്താഗതിയുള്ള വ്യക്തികളിൽ നിന്ന് എപ്പോഴും സുരക്ഷിതമായ അകലം പാലിക്കുക. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലും താഴ്ത്തിക്കെട്ടുന്നതിലും സന്തോഷം കണ്ടെത്തുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിയെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരക്കാർ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നശിപ്പിക്കുക മാത്രമല്ല, പതുക്കെ പതുക്കെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തന്നെ കാർന്നു തിന്നുകയും ചെയ്യും. മറ്റൊരാളുടെ നല്ല വശങ്ങളെ കാണാൻ കഴിയാത്ത ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് ഒരിക്കലും യഥാർത്ഥ വിജയം കൈവരിക്കാനാവില്ല. അവർ സ്വയം വളരുകയില്ലെന്ന് മാത്രമല്ല, ചുറ്റുമുള്ളവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുക, എല്ലാത്തിലും കുറ്റങ്ങൾ കണ്ടെത്തുക, മറ്റൊരാളുടെ സന്തോഷത്തെ പരിഹസിക്കുക എന്നതൊക്കെയാണ് ഇവരുടെ ശൈലി. നിങ്ങളുടെ പരിസരത്ത് തന്നെ മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെയോ കുടുംബകാര്യങ്ങളെയോ കുട്ടികളെ വളർത്തുന്ന രീതിയെപ്പോലുമോ പരിഹസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത്തരക്കാരുടെ കൂട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് നൽകുന്നത്? ചീഞ്ഞഴുകിയ പഴത്തിനടുത്തിരിക്കുന്ന നല്ല പഴത്തിന്റെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാരുടെ സഹവാസവും. അവരിലെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്കും പടരും. അതുകൊണ്ട് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ അത്തരം വിഷലിപ്തമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് ആചാര്യ ചാണക്യൻ നൽകുന്ന മഹത്തായ സന്ദേശം. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നെഗറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും മാന്യമായ ഒരു അകലം പാലിക്കുക എന്നതാണ്. കാരണം മറ്റുള്ളവരുടെ വാക്കുകളിലെ വിഷത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ മധുരത്തെ പോലും ഇല്ലാതാക്കാൻ കരുത്തുണ്ട്. ഒരു തുള്ളി അഴുക്കുവെള്ളം ശുദ്ധമായ ജലത്തെ മുഴുവൻ മലിനമാക്കുന്നത് പോലെ മോശം സ്വഭാവമുള്ളവരുടെ ചങ്ങാത്തം നിങ്ങളുടെ ചിന്താഗതിയെയും സ്വഭാവത്തെയും പതുക്കെ ദോഷകരമായി ബാധിച്ചേക്കാം. ഇത് അവരോടുള്ള വെറുപ്പുകൊണ്ടല്ല, മറിച്ച് സ്വന്തം മനസ്സിന്റെ സമാധാനത്തിനു വേണ്ടി നാം എടുക്കുന്ന ബുദ്ധിപരമായ ഒരു തീരുമാനമാണ്. അഹങ്കാരികളുടെ പതനത്തെക്കുറിച്ച് ചാണക്യൻ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇടുങ്ങിയ ചിന്താഗതിയുടെ ഉടമകളാണ്. തങ്ങളാണ് സർവജ്ഞരെന്ന അഹങ്കാരത്തിൽ ജീവിക്കുന്നവർ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നത്
ആ അഹങ്കാരം തന്നെയാണ് അവരുടെ തകർച്ചയുടെ തുടക്കമെന്നാണ്. ഉദാഹരണത്തിന് തന്റെ വിദ്യാർത്ഥികളെ എപ്പോഴും ശകാരിക്കുകയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനെ സങ്കല്പിക്കുക. ഭയം കാരണം കുറച്ചുകാലം ആ കുട്ടികൾ അദ്ദേഹത്തെ ബഹുമാനിച്ചേക്കാം. എന്നാൽ ആ പേടി മാറുന്ന നിമിഷം ആദരവ് ഇല്ലാതാവുകയും എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് അകന്നു മാറുകയും ചെയ്യും. അവസാനം ആ അഹങ്കാരം തന്നെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും വിലപ്പെട്ടത് സ്വന്തം ആത്മാഭിമാനമാണ്. ഈ ലോകം നിങ്ങളെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുന്ന നിമിഷം ഈ ലോകം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും. മറ്റൊരാൾ നിങ്ങളെ പരിഹസിക്കുമ്പോഴോ അപമാനിക്കുമ്പോഴോ നിങ്ങൾ സ്വയം തളർന്നു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന മുറിവാണ്. ഒരു ജോലിക്ക് വേണ്ടിയുള്ള അഭിമുഖത്തിൽ പരാജയപ്പെടുമ്പോൾ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ലോകം വിധിയെഴുതിയേക്കാം. പക്ഷേ അവിടെയാണ് നിങ്ങൾ സ്വയം വിശ്വസിക്കേണ്ടത്. വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്തു പകരുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ ആത്മാഭിമാനമായിരിക്കണം. ചാണക്യൻ പറയുന്നത് പോലെ സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാൻ പഠിക്കുന്ന ദിവസം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ തോൽപ്പിച്ചു കഴിഞ്ഞു. കാരണം പുറത്തുള്ള ശത്രുവിനോട് പോരാടുന്നത് എളുപ്പമാണ്, എന്നാൽ മനസ്സുകൊണ്ട് തോറ്റുപോവുക എന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്കും ഇത് പങ്കുവയ്ക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു കരുതൽ തളർന്നുപോയ മറ്റൊരാൾക്ക് ആത്മാഭിമാനത്തോടെ മുന്നേറാൻ വലിയൊരു കരുത്തായി മാറിയേക്കാം. പുതിയൊരു പ്രചോദനാത്മകമായ ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, സ്വന്തം അന്തസ്സിന് എന്നും മുൻഗണന നൽകുക. തെറ്റുകൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കരുത്.